പേജ് നമ്പർ 18 തേർഡ് ക്വസ്റ്റ്യൻ. സീ ദ പിക്ചേഴ്സ് ബിലോ. കണ്ടല്ലോ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ. ഓരോന്നിലും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ്. 1 2 ഇതിൽ 2 അല്ലെ. എത്ര ഫിഗേഴ്സാണ് തന്നിരിക്കുന്നത്? 1 2 3 4 ഫിഗേഴ്സ് ഉണ്ട്. അതിലുള്ള സ്മോൾ സ്ക്വയേഴ്സിന്റെ എണ്ണമാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫിഗറിൽ 1 2, സെക്കൻഡ് ഫിഗറിൽ 1 2 3 4. അടുത്തതിൽ ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോ റെക്റ്റാങ്കിളിനുള്ളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അടുത്ത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, എത്ര വലിയ സ്ക്വയേഴ്സ് ഉണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സിന്, അങ്ങനെ ടോട്ടൽ സ്ക്വയേഴ്സിന്റെ എണ്ണം എത്ര, അത്രയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് കണ്ടിന്യൂയിങ് ദീസ് പാറ്റേൺ ഈസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഈ ചെയ്യുന്ന നമ്മൾ എഴുതിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് ചെക്ക് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് ചെക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ അങ്ങനെ ഈ ഓരോ പിക്ചറിലും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് അതൊരു സീരീസിൽ 1 2 3 4 ഫിഗേഴ്സ് ഉണ്ടല്ലോ എഴുതിയതിന് ശേഷം ആ എഴുതിയ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. ഓരോ ഫിഗറും ഓരോ റെക്റ്റാങ്കിൾ ആണ്. അതിനെ സ്ക്വയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മിഡിലിൽ കൂടെ ലൈൻ വരച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 അല്ലേ. അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? സ്മോൾ സ്ക്വയേഴ്സ് ഫസ്റ്റ് ഫിഗറിൽ. ഇത് ഫസ്റ്റ് ഫിഗർ, ഇത് സെക്കൻഡ് ഫിഗർ, ഇത് തേർഡ് ഫിഗർ, ഇത് ഫോർത്ത് ഫിഗർ. ഈ ഓരോ ഫിഗേഴ്സിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ 1 2 അല്ലേ, 2 ഫിഗേഴ്സ് ഉണ്ട്, 2 സ്ക്വയേഴ്സ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഫിഗറിൽ 1 2 3 4 ഫിഗേഴ്സ്. തേർഡ് സ്ക്വയറിൽ തേർഡ് റെക്റ്റാങ്കിളിന് എത്രയുണ്ട്? 1 2 3 4 5 6 സ്ക്വയേഴ്സ് ഉണ്ട്. ഇതിലോ 1 2 3 4 5 6 7 8 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? കോൺസിക്യൂട്ടീവ് ടേംസ്, അടുത്തടുത്തുള്ള ടേംസ് എന്ന് പറയുന്നത് എന്തോന്നാണോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്തടുത്തുള്ള ടേംസ് സെയിം ആണോ? കാരണം ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ സെയിം ആണോ, അടുത്തടുത്തുള്ള ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആണോ നോക്കണം. സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാമല്ലോ. സിൻസ് ദ കോമൺ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്തോന്നാണ്? ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ്, ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ്. That is എത്രയാണ്? 4 minus 2 which is equal to 2. അതുപോലെ 6 minus 4 which is equal to 2. അതുപോലെ 8 minus 6 which is equal to 2. അത് ഇതിലെല്ലാം എന്താണ്? കോമൺ ഡിഫറൻസ്. ഇതിനെ പറയുന്ന വേർഡ് കോമൺ ഡിഫറൻസ് എന്നാണ്. എല്ലാത്തിലും സെയിം ഡിഫറൻസ് വന്നാൽ അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് സെയിം. കോമൺ ഡിഫറൻസ് equal to 2 is the same number, therefore it is an arithmetic sequence. അപ്പോൾ ഓരോന്നും സീക്വൻസ് ഫൈൻഡ് ചെയ്യണം. അത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്തത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എത്രയാണ്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ലാർജ് സ്ക്വയേഴ്സ് എത്രയാണുള്ളത്? ലാർജ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് സ്ക്വയർ അല്ല. അപ്പൊ ഇതിനകത്ത് സ്ക്വയേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ 0 സ്ക്വയേഴ്സ് ആണ്. സെക്കൻഡിലോ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1 അല്ലെ. 1 സ്ക്വയർ അല്ലേ ഉള്ളൂ, ഒരു സ്ക്വയറും. ലാർജ് സ്ക്വയറിന്റെ കാര്യമാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞ കുഞ്ഞു സ്ക്വയറിന്റെ കാര്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് ലാർജ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റിൽ ഇതുപോലെ ഫുൾ ഫിഗർ ആയിട്ട് എടുത്താൽ അത് റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ അതിനുള്ളിൽ ചെറിയ സ്ക്വയേഴ്സേ ഉള്ളൂ, വലിയ സ്ക്വയേഴ്സ് ഇല്ല. അപ്പൊ അത് 0 എന്ന് എഴുതുക. നെക്സ്റ്റോ ഇതൊരു വലിയ സ്ക്വയർ ആണ് 1. അടുത്തതോ ഇങ്ങനെ ഒരെണ്ണം 1 ഉണ്ടല്ലോ, ഇങ്ങനെ 1. അടുത്തതോ 2 അല്ലെ, ഇങ്ങനെ. മനസ്സിലായോ? ഇങ്ങനെ നോക്കിയിട്ട് ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം, പിന്നെ അടുത്ത് ഇങ്ങനെ നോക്കി ഒരെണ്ണം.
അങ്ങനെ 2 സ്ക്വയേഴ്സ് ഉണ്ട്. ആ ഫിഗറിനകത്ത് 2 സ്ക്വയേഴ്സ് ഉണ്ട്. അടുത്തതിലോ ഇങ്ങനെ ഇവിടം തൊട്ട് ഇതുവരെ ഒരു സ്ക്വയേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ഏതാ ഇതൊരെണ്ണം, പിന്നെ ഏതാ ഇതൊരെണ്ണം. അങ്ങനെ ഓരോന്നും 3 മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഒരെണ്ണം, സെക്കൻഡ് ഫിഗറിൽ ഒരെണ്ണം, തേർഡ് ഫിഗർ. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെ, സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ, തേർഡ് എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ. അങ്ങനെ 3 സ്ക്വയേഴ്സ്. ഫോർത്ത് ഫിഗറിനകത്ത് 3 സ്ക്വയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫിഗറിനകത്ത് സ്ക്വയേഴ്സ് ഒന്നുമില്ല, റെക്റ്റാങ്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്ക്വയേഴ്സിന്റെ എണ്ണം ചോദിച്ചേക്കുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. കുഞ്ഞു സ്ക്വയർ അല്ല, ലാർജ് സ്ക്വയർ. അപ്പൊ ലാർജ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഇത് ഫസ്റ്റ് ഫിഗറിനകത്ത് 0 സ്ക്വയേഴ്സേ ഉള്ളൂ, സെക്കൻഡ് ഫിഗറിനകത്ത് 1 സ്ക്വയർ ഉണ്ട്. അതുപോലെ തേർഡ് ഫിഗറിനകത്ത് 1 ഇങ്ങനെ ഒരെണ്ണം, പിന്നെ അതുപോലെ ഇങ്ങനെ ഒരെണ്ണം, പിന്നെ ഏതാ ഇങ്ങനെ ഒരെണ്ണം, അപ്പൊ 2 എണ്ണം. അടുത്ത് ഇവിടെയോ ഇങ്ങനെ ഒരെണ്ണം 1, അടുത്ത് ഇങ്ങനെ ഒരെണ്ണം 2, അടുത്ത് ഇങ്ങനെ ഒരെണ്ണം 3. അങ്ങനെ 3 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ ലാർജ് സ്ക്വയേഴ്സിന്റെ സീരീസ് എങ്ങനെ കിട്ടി? 0 1 2 3. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കണം. അപ്പൊ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് is equal to എത്രയാണ്? കോമൺ ഡിഫറൻസ് 1 മൈനസ് 0, 1 മൈനസ് 0 which is equal to 1. അതുപോലെ സെക്കൻഡോ 2 മൈനസ് 1 which is equal to 1, 3 മൈനസ് 2 which is equal to 1. കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. therefore കോമൺ ഡിഫറൻസ് is equal to എത്രയെന്ന് എഴുതാം നമുക്ക്? 1. കോമൺ ഡിഫറൻസ് is equal to 1. കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട് എങ്കിൽ, എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. therefore ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എഴുതണം. ഇതിലെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 1 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ കോമൺ എങ്ങനെ എഴുതും? സിൻസ് ദ കോമൺ ഡിഫറൻസ് equal to 1 is the same number it is an arithmetic sequence. It is an arithmetic sequence. Next, third question ആണ്. Third question, how many squares in all? ആണ് question. How many squares in all? ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ ടോട്ടൽ സ്ക്വയേഴ്സ് ആദ്യത്തതിൽ എന്തായിരുന്നു കണ്ടല്ലോ. ഫിഗറിൽ ആദ്യത്തതിൽ എത്ര കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു? 2 സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ സ്ക്വയറോ ചെറിയ സ്ക്വയർ 2 എണ്ണം ഉണ്ടായിരുന്നു. വലിയ സ്ക്വയർ ആണെങ്കിൽ ഉണ്ടോ? ഇല്ല അല്ലെ, വലിയ സ്ക്വയർ ഇതിനകത്തില്ല. അപ്പോൾ എന്താണ് നമ്മൾ എഴുതിയത്? രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എഴുതി കഴിഞ്ഞു 0 ആണ്. അപ്പോൾ 2 + 0 which is equal to എത്രയാണ്? 2 അല്ലെ. ഹൗ മെനി സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫിഗറിൽ 2 ആണ്. അതുപോലെ സെക്കൻഡ് ഫിഗർ എത്രയാണ് സ്ക്വയേഴ്സ്? കുഞ്ഞു സ്ക്വയേഴ്സ് 1 2 3 4. പിന്നെ അതുപോലെ വലിയ സ്ക്വയർ ഒരെണ്ണം അല്ലെ. ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസിലെ ക്വസ്റ്റിന്റെ ആൻസറും അതാണ്. സ്മോൾ സ്ക്വയേഴ്സ് എത്രയാണ്? 1 ആയിരുന്നു. അപ്പോൾ 2 ആദ്യത്തെ ഫിഗറിൽ 4 കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബിഗ് സ്ക്വയർ അല്ലെങ്കിൽ ലാർജ് സ്ക്വയർ എത്രയായിരുന്നു? 1 ആയിരുന്നു. ദാറ്റ് ഈസ് 4 + 1 which is equal to 5. അപ്പോൾ 5 ആണ് ആൻസർ. അടുത്ത തേർഡ് ഫിഗറിൽ എത്രയാണ് ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നത്? 1 2 3 4 5 6. ടോട്ടൽ 6 സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു. ചെറിയ സ്ക്വയേഴ്സ് 6 എണ്ണം, വലിയ സ്ക്വയേഴ്സോ ഇങ്ങനെ ഒരെണ്ണം അല്ലെ, ഇങ്ങനെ ഒരെണ്ണം, അപ്പം 2 എണ്ണം അല്ലെ. 2 സ്ക്വയേഴ്സ്. വലിയ സ്ക്വയേഴ്സ് ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന്. അപ്പോൾ 2 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ 6 + 2 എത്രയാണ്? 8 ആണ് ആൻസർ. 6 + 2 8. ഫോർത്ത് ഫിഗറിൽ എത്രയാണ് സ്മോൾ സ്ക്വയേഴ്സ്? 1 2 3 4 5 6 7 8 അല്ലെ. ചെറിയ സ്ക്വയേഴ്സ് 1 2 3 4 5 6 7 8 സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു. വലിയ സ്ക്വയറോ 1. അപ്പോൾ 8 സ്മോൾ സ്ക്വയേഴ്സും 8 സ്മോൾ സ്ക്വയേഴ്സും. പിന്നെ ലാർജ് സ്ക്വയേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം 1, പിന്നെ ഇങ്ങനെ ഒരെണ്ണം 2, പിന്നെ അത് മൂന്നാമതൊരെണ്ണം. അപ്പോൾ എത്ര? 3.
ടോട്ടൽ 11 സ്ക്വയേഴ്സ് ഉണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ എന്ന് വെച്ചാൽ 2, 5, 8, 11 അല്ലെ. 2, 5, 8, 11 എക്സെട്ര. ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ എത്ര അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് അരിത്തമെറ്റിക്സ് ഈ സീരീസ്, ഈ എഴുതിയ സീരീസ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്മോൾ സ്ക്വയേഴ്സിന്റെ എണ്ണവും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാർജ് സ്ക്വയേഴ്സിന്റെ എണ്ണമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട, ഞാൻ പേജ് മറിഞ്ഞു പോയതുകൊണ്ട് മനസ്സിലാക്കാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ 2, 5, 8, 11 എന്ന് വരും. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് നോക്കണം. അപ്പോൾ ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ്, that is 5 minus 2 which is equal to 3. അടുത്തതോ 8 minus 5 equal to 3. 11 minus 8 which is also equal to 3. അപ്പോൾ എല്ലാ കേസിലും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആയിട്ട് വന്നു. therefore it is an arithmetic sequence. since the common difference എത്രയാണ് കിട്ടിയത്, കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 3 ഈസ് സെയിം. എല്ലാ കേസിലും സെയിം ആണ്, ഈസ് സെയിം. therefore it is an arithmetic sequence. it is an arithmetic sequence. It is the answer. Okay.